അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പെഡഗോഗിയുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നാലാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് ഫി തുറുക്കു തദ്രീസ്. തുറുക്കു തദ്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീച്ചർ ആകുമ്പോൾ ഒരു ക്ലാസ്സിൽ എന്നും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ക്ലാസ് എടുത്താൽ ആ ക്ലാസ് കൊണ്ട് ഒരു ഫലം എഫക്റ്റീവ് അല്ല അല്ലേ. എന്നും ഒരേ ശൈലിയിൽ ക്ലാസ് എടുത്ത് പോയാൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യില്ല. ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലേ, ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടോ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ അത് വ്യത്യസ്തമായ രീതികൾ എടുക്കുമ്പോഴാണ് അത് കൂടുതൽ മെച്ചപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത് നമ്മൾ പറയുകയാണ്, പല തുറുക്കു തദ്രീസിന് ചില പ്രിൻസിപ്പിളുകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യണം. കേട്ട് പഠിച്ചു പോകാമെന്നുപരി ഈ ഭാഗത്തിലൂടെയുള്ള അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പല രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യനുകൾ ഇതിൽ വരിക. അപ്പോൾ ഇതിൽ നമുക്ക് ബിൽജുംല ഈ ഓരോന്നിനെ പറ്റിയിട്ടൊരു അറിവുണ്ടായാൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന ഏതു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിയും. അപ്പം ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കരീബിൽ നിന്ന് ബഅീദിലേക്ക് പോകണം അല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയാം. സഹലിൽ നിന്ന് സ്വഅബിലേക്ക് പോകണം, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് പോകണം, ഖാസിൽ നിന്ന് ആമിലേക്ക് പോകണം, പാർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകണം എന്നർത്ഥം അല്ലേ. ഇങ്ങനെ ഒരു പൊതു കാഴ്ചപ്പാട്, ഇങ്ങനെ ആയിരിക്കണം അറിഞ്ഞ വിഷയത്തിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകും. ഇങ്ങനെയാണ് എന്തുണ്ടാവുക, ക്ലാസ് എടുക്കേണ്ട മെത്തേഡ് എന്നുള്ളത്. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു മെത്തേഡ്, പ്രിൻസിപ്പിളുകൾ അതാണ്. നമുക്ക് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് മെത്തേഡുകൾ പരിചയപ്പെടാം. ഒന്ന്,